അത് രാജ്ഭവനിൽ നടന്ന പരിപാടിയായിരുന്നല്ലോ. രാജ്ഭവൻ എന്നത് ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ചിത്രം, ആ ചിത്രത്തിന് ഈ നാടിനോട്, ഈ നാടിന്റെ ഭരണഘടന അനുസൃതമായ ഒന്നായിരിക്കണമല്ലോ. അതല്ലാത്ത ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വികാരത്തെ പ്രതിനിധീകരിക്കുന്ന, ഇപ്പോൾ താങ്കൾ പറയുന്നു കാവിക്കൊടി, അതിന് മഹത്തായ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു, അത് RSSന്റെ കൂടി കൊടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൊടി പിടിച്ച ഭാരതാംബ എന്ന് മുതലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ദേശീയബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിയും തൃശൂരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ജോമോൻ ചക്കാലക്കൽ, അല്ല, ഞാനൊരു കാര്യം ആദ്യമേ പറയട്ടെ. അദ്ദേഹം ഇപ്പൊ ഈ ഒന്നാമത് ഗവർണറുടെ വസതി എന്ന് പറയുന്നത് ഔദ്യോഗിക വസതി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രപതി ഭവനിൽ നിങ്ങൾ എവിടെയെങ്കിലും ഭാരതാംബയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? RSSന്റെ എത്രയോ നേതാക്കൾ രാഷ്ട്രപതിയായിട്ടില്ലേ? ഇപ്പൊ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആരായിരുന്നു? RSSകാരനായിരുന്നു. അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ RSS തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുണ്ടോ? കാരണം അത് ഔദ്യോഗികമായ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭാരതാംബയുടെ ചിത്രം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഗവർണറുടെ വസതിയെ ഔദ്യോഗിക വസതി എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒന്നാമത്. രണ്ടാമതൊരു കാര്യം, അദ്ദേഹം ഇതിന്റെ മുമ്പിൽ ആരെയും നിർബന്ധിച്ച് പൂജിക്കാൻ പറയുന്നില്ല. അതിനെ പൂജിക്കാൻ സൗകര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അതിന്റെ മുമ്പിൽ വണങ്ങുന്നുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ശിവൻകുട്ടിയോട് അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് കുഴപ്പമില്ല? അങ്ങനെ ഒരു ചിത്രത്തിന് മുന്നിൽ വണങ്ങുന്നത് കൊണ്ട് എന്തുകൊണ്ട് കുഴപ്പമില്ല? അല്ല, കുഴപ്പമില്ല എന്നല്ല, അവിടെ വേണമെങ്കിൽ അതിനെ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ആർലേക്കറെ പോലെ അതിനെ ബഹുമാനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ വണങ്ങിയാൽ മതി. അതൊരു നിർബന്ധമായിട്ട് ആർലേക്കർ പറയുകയാണ്, വിദ്യാഭ്യാസ മന്ത്രി. അതിനെ ഒന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് നമുക്ക് എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്? ഇവിടെ കല്ലിനെ ബഹുമാനിക്കുന്നു, ഇവിടെ മരത്തെ ബഹുമാനിക്കുന്നു, ഇവിടെ മരത്തെ വിശ്വസിക്കുന്നു, കല്ലിനെ വിശ്വസിക്കുന്നു. ആളുകൾ എന്തൊക്കെ മതഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ 33 കോടി ദൈവങ്ങളുള്ള ഒരു നാട്ടിൽ ഇവിടെ അങ്ങനെ പല വിശ്വാസങ്ങളും ഉണ്ടെന്നേ, പല ആചാരങ്ങളും ഉണ്ടെന്നേ. ഇന്ത്യയിലൊന്നും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും എടുത്തു കളയാൻ കഴിയുകയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാളെ ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളാണ്, ഞാനൊരു കാര്യം പറയാം. ഇല്ല, ഞാനൊരു ക്രൈസ്തവനാണല്ലോ. നിൽക്കോ അസിത, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാനൊരു ക്രൈസ്തവനാണല്ലോ. ഞാൻ പറയും, ഇപ്പൊ നാളെ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്, നാളെ ഞാൻ ഗവർണറായി എന്ന് കരുതൂ. ഞാൻ ഒരു പക്ഷേ അവിടെ എൻ്റെ ഔദ്യോഗിക വസതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമായ ബൈബിൾ ഒരു പക്ഷെ ഞാൻ എൻ്റെ പരിപാടികളുടെ മുൻപിൽ ചിലപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കാം. അത് വരുന്ന ആളുകൾ ആരെയും ഞാൻ അതിന് വിശ്വസിക്കണമെന്നോ ഈ ദൈവം മാത്രമാണ് സത്യമെന്നോ എന്നൊന്നും ഞാൻ അവരോട് ബലപ്രയോഗം നടത്തി പറയാനോ, നിങ്ങൾ വരുന്ന ആളുകൾ മുഴുവൻ ഈ ബൈബിളിനെ വണങ്ങണമെന്ന് പറയാനോ ഞാൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വസതിയിൽ ഞാൻ ബൈബിൾ കൊണ്ട് വെച്ചേക്കാം. ഇവിടെ അദ്ദേഹം ചെറുപ്പം മുതൽ പഠിച്ചു വന്ന, ചെറുപ്പം മുതൽ പരിചയിച്ചു വന്ന ആ ഔദ്യോഗിക പദവി വഹിക്കുന്ന ആൾ ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളോടാണ് സംവദിക്കുന്നത്. ആ കുട്ടികളുടെ മുന്നിലാണ് ഇങ്ങനെ ഒരു ചിത്രം കൊണ്ടുവെക്കുന്നത്, പൂജിക്കുന്നത്, വണങ്ങുന്നത്, കൂടെയുള്ളവരൊക്കെ അത് ചെയ്യുന്നത്. ആ കുട്ടികൾ അത് ആരാണ് എന്നുള്ളതാണ് കരുതേണ്ടത്. അവിടെയാണ് ജോമോൻ ചക്കാലക്കൽ എന്റെ ചോദ്യം. താങ്കൾ പറഞ്ഞതുപോലെ വിഘടിച്ചു നിന്ന നാനാതരം ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബിംബങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് നമ്മൾ കണ്ട ഭാരതാംബയാണോ ഇപ്പോൾ ഗവർണർ പ്രദർശിപ്പിക്കുന്ന ഭാരതാംബ? ആ മാറ്റം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾ ഒരു BJP പ്രവർത്തകനാണല്ലോ. താങ്കൾ ഒരു പക്ഷേ, ഒരു മിനിറ്റ് ജോമോൻ, അസ്വസ്ഥപ്പെടല്ലേ ജോമോൻ ചക്കാലക്കൽ? ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ RSSന്റെ ശാഖകളിലൊക്കെ പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ RSSന്റെ ശാഖകളിലും RSSന്റെ പരിപാടികളിലും പ്രദർശിപ്പിക്കുന്ന ഭാരതാംബ, അത് ഈ നിലയിൽ അഖണ്ഡ ഭാരതം പിന്നിലുള്ള കാവിക്കൊടി കയ്യിൽ പിടിച്ച ഭാരതാംബയാണോ? ആ കാര്യം ഒന്ന് പറയാമോ താങ്കൾ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരു പക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞല്ലോ,
ഇവിടെ രാജേന്ദർ ആർലേക്കർ എന്ന് പറയുന്ന വ്യക്തി ചെറുപ്രായം മുതൽ RSSന്റെ ശാഖകളിലൂടെ വളർന്നു വന്ന് അതിലൂടെ പരിചയിച്ചു വന്നൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യവും അവസാനവും RSSന്റെ ഓരോ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാകയാൽ ആ വ്യക്തിക്ക് ഈ ഭാരതാംബയുടെ ചിത്രം അദ്ദേഹത്തിന് ദൈവതുല്യമാണ്. ആ ദൈവതുല്യമായ ഒരു ഫോട്ടോയെ അദ്ദേഹം അവിടെ വെക്കുന്നതുകൊണ്ട് ആർക്കാണെന്നേ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാ മതവിശ്വാസത്തെയും ബഹുമാനിക്കുന്ന ആളുകളല്ലേ ഇന്ത്യയിൽ? ആരുടെയെങ്കിലും എങ്ങനെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ ഭരണഘടന ഇവിടെ വഴിയരികിലുള്ള സകല ദേവാലയങ്ങളും പൊളിച്ചു കളയുന്നവരും ഇവിടത്തെ ജോമോൻ ചക്കാലക്കൽ ദേശീയ പദവി വഹിക്കുന്ന ഒരാൾക്ക്, ക്ഷമിക്കണം, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾക്ക് ഈ നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ, ഔദ്യോഗിക വസതികളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നത്തെ കൂട്ടുപിടിക്കുന്നത് എവിടെയാണ് ഭരണഘടന അധിഷ്ഠിതമാകുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വേറെ ആരും ഇത് ചെയ്യാത്തത് എന്താണ്? ഇത്രയും നാൾ ഈ രാജ്യം ഇതൊന്നും കണ്ടിട്ടില്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഗവർണറുടെ വസതി അല്ലെങ്കിൽ അതൊരു ഔദ്യോഗിക പരിപാടി അല്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞല്ലോ, സർക്കാർ നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഇത് വെക്കുകയില്ല, അവിടെ നിലവിളക്ക് കൊളുത്തുകയില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഔദ്യോഗിക പരിപാടി അല്ല സിത. നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇവിടെ കയറി പിടിച്ചാൽ നമുക്കറിയാം, ഇവിടെ പുറമ്പോക്ക് ഭൂമിയിൽ ആയിരക്കണക്കിന് ദേവാലയങ്ങൾ നിൽക്കുന്നുണ്ട്.